അസ്സലാമു. ഒരുപാട് ആളുകൾ വീടിന്റെ പണി പൂർത്തിയാക്കുന്നതിന് വേണ്ടിയും മക്കളുടെ വിവാഹ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ബിസിനസ് കാര്യത്തിനും മറ്റു ആവശ്യങ്ങൾക്കും വേണ്ടി മറ്റുള്ള ആളുകളിൽ നിന്ന് വലിയൊരു സംഖ്യ കടം വാങ്ങുകയോ ഭീമമായ ഒരു സംഖ്യ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയോ സ്വർണങ്ങൾ പണയത്തിന് വെക്കുകയോ ചെയ്തിട്ടുണ്ടാകും. ആ സമയത്തുള്ള ആവശ്യങ്ങൾ നടക്കുന്നതിനു വേണ്ടി ചെയ്യാൻ പാടില്ല എന്നറിഞ്ഞിട്ടും ഇതൊരു വലിയ തെറ്റാണെന്നറിഞ്ഞിട്ടും ഈ ഹറാമായ കാര്യം അവർ ചെയ്തു പോകുന്നു. അവർ പിന്നീടാണ് ഇതിന്റെയൊക്കെ വിഷമങ്ങൾ അനുഭവിക്കുന്നത്. പക്ഷേ ഇത് ചെയ്യുമ്പോൾ അവർ ഓർക്കാത്തൊരു കാര്യം, എന്ത് കാര്യങ്ങൾ പലിശ പണം കൊണ്ട് ചെയ്താലും, വീട് പണിയാണെങ്കിലും ബിസിനസ് ആണെങ്കിലും വിവാഹമാണെങ്കിലും ആ കാര്യങ്ങളിലെ ബർക്കത്ത് നഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെ റബ്ബിന് നമ്മളോടുള്ള ഇഷ്ടം കുറയുകയും അവിടുന്ന് നമുക്ക് നൽകാനിരിക്കുന്ന കാരുണ്യവും അനുഗ്രഹങ്ങളും എല്ലാം ഇല്ലാതാകും. ലോൺ എടുക്കുന്ന മിക്ക വീടുകളിലും അനുഭവിക്കുന്ന കാര്യങ്ങൾ ഇതുപോലെയൊക്കെ ആയിരിക്കും. ഓരോ മാസവും കിട്ടുന്ന ശമ്പളത്തിന്റെ വലിയൊരു ഭാഗവും പലിശക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കേണ്ടി വരുന്നു. ഓരോ മാസവും വീട്ടിലെ ചിലവിനുള്ള പണം തികയാതെ വരികയും മറ്റുള്ളവരിൽ നിന്ന് വീണ്ടും പണം കടം വാങ്ങേണ്ട സാഹചര്യം വരികയും ആ വീട്ടിലെ സ്വസ്ഥതയും സമാധാനവും സന്തോഷമെല്ലാം ഇതോടെ നഷ്ടപ്പെടുന്നു. തെറ്റുകൾ ചെയ്യാത്തവരായിട്ട് ആരും ഉണ്ടാകില്ല. പക്ഷേ ആ തെറ്റുകൾ തിരുത്തി അതിൽ നിന്നും പിന്മാറി അത് ഇനി ഒരിക്കലും ചെയ്യില്ലെന്ന് ഉറപ്പുവരുത്തുന്നവരാണ് ഇരു ലോകത്തെയും വിജയികൾ. പലിശക്ക് കടം വാങ്ങിയവർ ആദ്യം ചെയ്യേണ്ടത് തൗബയാണ്. പിന്നെ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുകയും അതിന്റെ കൂടെ റബ്ബിന്റെ 99 നാമങ്ങളിൽപ്പെട്ട ഈ ഇസ്മുൻ ചൊല്ലിയാൽ നമ്മുടെ ഏത് കടവും എത്ര വലിയ കടവും വീടുവാനുള്ള മാർഗങ്ങൾ തെളിഞ്ഞു വരും. യാ ബർറു യാ അല്ലാ, യാ ബർറു യാ അല്ലാ. ഗുണം ചെയ്യുന്നവൻ, ഉപകാരം ചെയ്യുന്നവൻ എന്നാണ് അർത്ഥം. പതിവായി ഈ ഇസ്മ 700 വട്ടം ചൊല്ലിയാൽ ഗുണം ചെയ്യുന്നവനെ, ഉപകാരം നൽകുന്നവനെ എന്ന് മനസ്സിൽ തട്ടി പൂർണ്ണ വിശ്വാസത്തോടു കൂടി റബ്ബിനെ വിളിച്ചാൽ ആ വിളിക്കുന്നവന്റെ മേലിൽ റബ്ബിന്റെ കാരുണ്യം എപ്പോഴും ഉണ്ടാകും. അവൻക്ക് റബ്ബിന്റെ സഹായം എപ്പോഴും വന്നുകൊണ്ടിരിക്കും. അതുപോലെ അവന്റെ ജീവിതത്തിൽ അള്ളാഹു എല്ലാവിധ ഗുണങ്ങളും ഉപകാരങ്ങളും അനുഗ്രഹങ്ങളും നൽകിക്കൊണ്ടിരിക്കും. അവന് നല്ലൊരു ജീവിത സാഹചര്യം ഒരുക്കി കൊടുക്കും. അതുപോലെ ഈ ഇസ്മ പതിവാക്കുന്നവർക്ക് ജനങ്ങൾക്കിടയിൽ ഇഷ്ടവും സ്വാധീനവും അംഗീകാരവും ലഭിക്കുന്നു. ഇരു ലോകത്തും ഒരുപാട് ഗുണങ്ങളും ഉപകാരങ്ങളും ചെയ്യുന്ന യാ ബർറു യാ അല്ലാ ഈ വിശുദ്ധ നാമം ആരും മറന്നു പോകല്ലേ. ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാട്ടോ. അസ്സലാമു അലൈക്കും.